അമ്മ ഓ എനിക്ക് ഒരു ഓംലെറ്റും കൂടി തരുമോ? ഇനി നീ കസർത്ത് കഴിഞ്ഞ 5-6 മുട്ട ഓൾറെഡി കഴിച്ചതല്ലേ, ഇനി വീണ്ടും മുട്ടയാ? അത് പ്രോട്ടീൻ, ഇതൊരു ടേസ്റ്റിന്. ഒരു ടേസ്റ്റും ഇല്ല, ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ എടുത്ത് വെച്ച് കഴിച്ചാൽ മതി. അമ്മ ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് സവാള അരിഞ്ഞ് കശകശാന്നരിഞ്ഞ് കുറച്ച് മുളക് ഇട്ട് എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ആഹാ എന്നിട്ട് കശകശാന്നിങ്ങനെ 5 പ്രാവശ്യം ഇങ്ങനെ ആക്ക, എന്നിട്ട് പാനിൽ ഒഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 മിനിറ്റിന്റെ കാര്യം. കുറച്ച് കുരുമുളകും കൂടെ ഇടണം. ഇത്തിരി കുരുമുളകും അതൊക്കെ മതിയല്ലേ? എന്റെ മക്കൾക്ക് മുട്ട പൊരിക്കാനൊക്കെ അറിയാം. എന്നാ പോയി നല്ല തനത്താനം ഉണ്ടാക്കി കഴിക്കും. അത് പറ്റൂല, ഞാൻ ഉണ്ടാക്കിയ അമ്മയുടെ കൈപ്പുണ്യം കിട്ടൂല. അമ്മ ഉണ്ടാക്കി അത് പ്രത്യേക ടേസ്റ്റ് ആണ്. പോണേ, എനിക്ക് വേറെ പണിയുണ്ട്. അമ്മ ഉണ്ടാക്കിത്താ. കാര്യം കാണാൻ അവള് കഴുതക്കാലം പിടിക്കും. എനിക്ക് ആനക്കാലും ആനക്കാലം ഒറ്റ കീറി വെച്ചെന്നുണ്ടല്ലോ. അമ്മ പ്ലീസ് ഉണ്ടാക്കിത്താ. അമ്മ പറ്റൂല, എനിക്കൊരു പണിയുണ്ട്. വേണമെങ്കിൽ നാളെ ആലോചിക്കാം. നാളെ ഉണ്ടാക്കി തരുമോ? ആലോചിക്കാം, അതാണല്ലോ പറഞ്ഞത്. ഒരു കാര്യം ചെയ്, നിങ്ങൾ ആദ്യം പോയി നോക്ക്, എന്നിട്ട് ഞാൻ വരാം. വേണ്ട, ഹലോ, നിങ്ങൾ പോയി നോക്കിയിട്ട് പറയൂ. കണ്ടീഷൻ ആയിരിക്കണം. പിന്നെ നമ്മുടെ റോഡ് നാട്ടിലെ റോഡിലൊക്കെ ഓടാനുള്ളതാണ്. അപ്പോൾ ടയറൊക്കെ നോക്കണം, മൈലേജ് ഉണ്ടാവണം. അയ്യോ, ഒറ്റ പേയ്മെന്റ് നടക്കൂല, നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചെയ്യാം. എന്തായാലും നിങ്ങൾ ആദ്യം പോയി നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ശരി. എന്തോ രവിയേട്ടാ? ഒന്നുമില്ല. ഒന്നുമില്ല. അച്ഛന്റെ മുഖം കണ്ടാ അറിയാം എന്തോ ഉണ്ട്. പറ, എന്തോ ഉണ്ട്? കഴിച്ചിട്ട് പോകാൻ നോക്കേ. മണി, ഒരു ചായ ഇട്. ഇല്ല, സത്യം പറ, എന്തോന്നും ഉണ്ട്, പറ. കൊള്ളാല്ല, കഷ്ടം. ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ ബാങ്കിൽ ഒരു കാര്യം അയാളുടെ അടുത്ത് പറഞ്ഞത്, ബാങ്കിലോ സ്റ്റാഫിനോട് പറഞ്ഞതാണ്. അതൊന്നുമില്ല. അമ്മ പോയി ചായ ഇടും. അച്ഛ എവിടെ ഇരി? അച്ഛ ഇരി. എന്തോന്ന് കാര്യം? ഒന്നുമില്ല. ബാങ്കിലെ സ്റ്റാഫ് ഒന്നും അല്ല, വണ്ടിയുടെ കാര്യം പറഞ്ഞത് ഞങ്ങൾ മനസ്സിലായി. മൈലേജ് എന്തോന്ന് റോഡിൽ ഇറങ്ങാനുള്ളതാണ്, കണ്ടീഷൻ ആയിരിക്കണം, പേയ്മെന്റ് 2 പ്രാവശ്യം തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ അക്കൗണ്ടന്റ് ജയകുമാറിന് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. ഞാൻ അത് ഏർപ്പാടാക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. തന്നെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ ഫയലിനകത്തൊന്ന് മുഖം നിവർത്താത്ത നിങ്ങളോട് ജയകുമാർ വണ്ടി വേണമെന്ന് പറഞ്ഞു. വിശ്വസിച്ചു? വിശ്വാസമില്ല. എന്തോന്ന് വെച്ചത്? പറ, എന്തോന്ന് പറയാൻ? അമ്മ പോയി ചായ എടു പോ. അച്ഛൻ വാ വിട്ട് ചോദിച്ചല്ലേ, പോയി എടുത്തിട്ട് വാ. എന്തോന്നേ ചോദിക്കുമ്പോ ചായ എടുക്കാൻ ഞാൻ ചായ കട നടത്തണ? ഇല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കണ്ട, അച്ഛന് ഞാൻ ഇട്ടുതരാം. അച്ഛാ എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ ഇട്ടുതരാം. ഞാൻ ഇതൊന്നും കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി തരാം. വേറെ എന്തെങ്കിലും വേണോ അച്ഛാ? എന്ത്? ഒന്നുമില്ല. പിന്നെ അച്ഛാ, നേരത്തെ പറയാൻ വന്ന കാര്യം എന്തായിരുന്നു? തുടങ്ങി അടുത്തത്. എനിക്ക് തോന്നി, പിടിച്ചിരുത്തിയപ്പോഴേ തോന്നി എന്തോ ആണെന്ന്. പറ. ഒരു സസ്പെൻസ് തരാന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോ അത് നടക്കൂല, പറഞ്ഞേക്കാം. ഞാൻ ഒരു വണ്ടി വാങ്ങിക്കാൻ തീരുമാനിച്ചു. വണ്ടി? ഒരു കാറ്. ഒരു കാറ്. കാറ്? ചുമ്മാ തന്നെന്ന് ഒരു കാറ്. കാറ്. മക്കളെ വായൊക്കെ പിന്നെ കടാക്കി. അച്ഛാ നമ്മള് ശരിക്കും കാറ് വാങ്ങാൻ പോവാണോ? അതിന് ഇത്ര അതിശയം തോന്നുന്നു. നമ്മൾ വിചാരിച്ചൊരു കാർ വാങ്ങിക്കാൻ പറ്റൂലേ? അത് പണ്ടും പറ്റുമായിരുന്നല്ലോ, പക്ഷെ വാങ്ങിയില്ലല്ലോ. ഇപ്പോഴല്ലേ തോന്നിയത്? എല്ലാത്തിനും അതിന്റെ ഒരു സമയമുണ്ട് മണി. അടിപൊളി അച്ഛാ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിന്? അത് തന്നെ നമ്മുടെ അടുത്ത് ഒന്നും ചോദിക്കാതെ അച്ഛന് പെട്ടെന്ന് ഒരു തീരുമാനം. എന്ത് മക്കളെ, നിങ്ങൾ എപ്പോഴും പറയില്ലേ ഒരു കാർ വാങ്ങിക്കണം? അപ്പൊ ഞാൻ വിചാരിച്ച വാങ്ങിച്ചേക്കാം. മാത്രമല്ല, നമ്മൾക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ കുടുംബത്തിലൊരു വണ്ടി വേണം. ഓ, ഇപ്പോഴെങ്കിലും എന്റെ അച്ഛന് നല്ല ബുദ്ധി കൊടുത്തല്ല ദൈവമേ. കൊച്ചേ, കൂടുതലും കയറിപ്പോലെ ഞാൻ ഈ പ്ലാനെ അങ്ങ് മാറ്റിക്കളാം. അയ്യോ അച്ഛാ, ഞാൻ പറഞ്ഞു. എവിടെ? ഞാൻ അവിടെ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ പോണു. വണ്ടിയുടെ ബ്രേക്ക് കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്കൂട്ടർ എടുക്കാൻ പോണു. അച്ഛാ കാർ എടുക്കുമ്പോഴേ ആ സ്കൂട്ടർ അങ്ങ് വിറ്റാണല്ലേ നല്ലത്. സ്കൂട്ടർ വിൽക്കാനാ? എന്തോന്ന് വെച്ച് പറയണേ? ആ സ്കൂട്ടറാണ് നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. അത് വിൽക്കാൻ പറ്റൂല. അതെ. എന്തോന്ന് പറഞ്ഞത്? സ്കൂട്ടർ വിൽക്കണ കാര്യോ? ഇപ്പൊ കാറൊക്കെ തീരുമാനമായേനെ. എന്നെ വേണമെങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കും, പക്ഷെ സ്കൂട്ടർ വിൽക്കൂല. ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും വിൽക്കൂലേ? ഞാൻ അത് ഓർത്തില്ല അമ്മ പെട്ടെന്ന്. അല്ലേ,
അമ്മ എന്തോന്ന് പറഞ്ഞത്? ആ പാട്ട സ്കൂട്ടറാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്നാ. എടി അമ്മ നമ്പർ അടിച്ചത്. എടി ഞാനൊന്ന് തള്ളിയതല്ലേ, ഇങ്ങനെ പറഞ്ഞാലേ ആശ ഒന്ന് അടങ്ങൂ. എന്നാലും ഏത് കാറായിരിക്കും മേടിക്കാൻ പോണേ? എടി ഒരുപാട് ആഡംബരമുള്ള വണ്ടിയൊന്നും വേണ്ട. ഒരുപാട് ആഡംബരമായി കഴിഞ്ഞാലേ മെയിൻ്റെനൻസിന്റെ ടാക്സ് അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. അല്ല, എന്നാലും ഒരു 10 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടി തന്നെ വേണം, എന്നാലേ കാണാൻ ഒരു ഗുമ്മുള്ളൂ. 10-12 ലക്ഷമെങ്കിലും വേണം. ഏത് കാറായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കാറിൽ കയറി ഇരിക്കുമ്പോൾ നല്ല സ്പേസ് വേണം, പിന്നെ യാത്ര നല്ല കംഫർട്ടബിൾ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് നല്ല സ്പേസ് വേണം കാറിൽ കയറുമ്പോ. ഡേ ബോക്സർ ആണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല, നിന്റെ മൂക്ക് ഞാൻ ഇടിച്ച് പരത്തും. എന്നാലും അച്ഛന്റെ മനസ്സിലിരിപ്പ് അറിയാൻ എന്താണ് വഴി? എടി അതൊക്കെ ഈ ഞാനൊരു നാക്കില് ചോദിച്ച് മനസ്സിലാക്കി എല്ലാം ഇങ്ങ് വരും. എനിക്ക് അറിയാം, അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ അറിയാം. എടി മുട കാണിക്കില്ലേ, ഞാനൊരു വാക്ക് പറഞ്ഞ ഇപ്പൊ കാറിന്റെ പ്ലാനൊക്കെ ക്യാൻസൽ ആക്കും. അയ്യോ വേണ്ട, ചതിക്കല്ലേ അമ്മ പ്ലീസ്. വേണ്ടല്ലോ. ഹായ് മാമ. ആ തന്നെ തന്നെ. അയ്യോ സന്തോഷായി മാമ. ഇല്ല ഇല്ല ഇല്ല, ഏതാ കളറ്? ചുവപ്പാ? ആ പറയാ. അപ്പൂപ്പൻ്റെ അടുത്ത് കൂടെ പറഞ്ഞേക്കണേ. ഓ അയ്യോ, അവന്റെ മെസ്സേജ് കണ്ടല്ലേ? ശരി ശരി ശരി, പറഞ്ഞേ. കാർ ഇങ്ങ് വാങ്ങിക്കുമ്പോ അച്ഛൻ മാമനും ഇങ്ങ് വരണം കേട്ടാ. ശരി ഒക്കെയാണ്. ഓ എടി മണിക്കുട്ടൻ ചേട്ടനാ? ഓ ഞാനേ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു, മാമൻ്റെ അടുത്തും അപ്പൂപ്പൻ്റെ അടുത്തൊക്കെ പറയാൻ പറഞ്ഞു. എടി ഞാൻ വിളിച്ചു പറയായിരുന്നെടി. എന്ത് ഞാൻ വിളിച്ച എന്ത് കുഴപ്പം? എന്ത് എനിക്ക് വിളിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. മിണ്ടല്ലേ. ഞാനാ വിളിക്കണേ? ഹലോ, ആ ചിന്നപ്പച്ചി. അതെ, ആ ഇവിടെ ഒരു വിശേഷമുണ്ട്. അതൊന്നല്ല. അതെ, ഞങ്ങൾ ഇവിടെ ഒരു കാറ് വാങ്ങിക്കാൻ പോണു. കളിപ്പാട്ടൊന്നുമില്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ. ആ അതെ, അച്ഛമ്മേരും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ ഞങ്ങൾ കാറ് വാങ്ങിക്കാൻ പോണ കാര്യം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോണം ട്രിപ്പ് അടിക്കാൻ. ആ കാറ് വാങ്ങിക്കുമ്പോ വരണേ. ആ ശരി ശരി. ഓ ശരി. കാറ് വാങ്ങിച്ചില്ല, അതിനുമ്പേ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞോ? സന്തോഷം കൊണ്ടല്ലേ അച്ഛാ വിളിച്ചു പറഞ്ഞത്. അതെ രവിയേട്ടാ, നമ്മളെല്ലാരടുത്തും വിളിച്ച് പറഞ്ഞു, ഇനി കാറ് വാങ്ങിച്ചില്ലെങ്കിൽ നാണക്കേടാണ് കേട്ടോ. ആർക്ക് നാണക്കേട്? നാട്ടുകാർക്കും ബന്ധുക്കൾക്കും. അച്ഛാ ചതിക്കല്ലേ പ്ലീസ്. അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. അല്ല, അതിന് മുമ്പായിട്ട് മാമനെ വിളിച്ചപ്പോഴേ ചുമന്ന കാറ് തന്നെ മേടിക്കണമെന്ന് മാമൻ എന്റെ മാമന്റെ ഒരു മനസ്സാണ്. അവിടെ പിന്നെ ചോരയുടെ കളറല്ലേ ഇഷ്ടപ്പെടുള്ളൂ. ഓ ആ വീട് ഒരു കാര്യം പറയട്ടെ രവിയേട്ടാ, ഈ സാധാരണ പെണ്ണുങ്ങൾ പറയും പോലെ ഒന്നും വിചാരിക്കരുത്. അപ്പുറത്തെ വീട്ടിലെ സ്റ്റെല്ല ചേച്ചി ഉണ്ടല്ലോ, എപ്പ കണ്ടാലും എന്നോടൊരു ചോദ്യമുണ്ട്, കാറ് വാങ്ങിക്കണില്ലേ, നിങ്ങൾക്ക് എന്ത് ഇതുവരെ കാറില്ലാത്തന്ന്. ഇത് കേൾക്കുമ്പോ ചേച്ചി ഒന്ന് ഞെട്ടു. നീ എന്തോ പറയണ്ടെന്ന്? ആ ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ പറഞ്ഞില്ലേ, ആ കാര്യം എന്തെന്നറിയോ? അച്ഛന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു മോളാണ് ഞാൻ. ഈ വീടിന്റെ EMI, ഇവൾ ഇടി ഇട്ടിട്ട് വരുമ്പോ ഉള്ള ഇവളുടെ ആശുപത്രി ചെലവ്, ഇവിടെ തിന്നു മുടിക്കണ ചെലവ്, ഇവിടെ പ്രോട്ടീന്റെ ചെലവ്, അങ്ങനെ ഒരുപാട് ചെലവുകൾ അച്ഛനുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ കൊക്കിനൊതുങ്ങണ ഒരു കാറ് മേടിച്ചാൽ മതി. ഞങ്ങൾ അങ്ങനെയൊക്കെ പറയെങ്കിലും അല്ലേ രവിയേട്ടാ? ഞങ്ങളിങ്ങനെ പറഞ്ഞെന്ന് കരുതി ചാടി പിടിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നോക്കിയും കണ്ട് ആലോചിച്ചൊക്കെ തീരുമാനിച്ചാൽ മതി കേട്ടാ. മണി, നിനക്കറിയാലോ ഞാൻ എന്തും ആലോചിച്ച് നോക്കിയും കണ്ടല്ലേ വാങ്ങിക്കുള്ളൂ. അതാണ് എന്റെ അച്ഛൻ. ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയിട്ട് വരാം. ഈ മന്ദബുദ്ധി പെണ്ണ് എന്തെങ്കിലും പറയണേട്ട് അമ്മ എന്തിനാ അതൊക്കെ ഏറ്റുപിടിക്കണേ? ഇടി അവള് കടന്ന് ഓവറാക്കുമ്പോ ഞാനൊന്ന് മയപ്പെടുത്തണ്ടേ? ഇങ്ങനെ പറഞ്ഞു അവസാനം വാങ്ങിച്ചെന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ നല്ല നമ്പർ അല്ലേ? ഒരു നമ്പർ കാര്യം എന്തൊക്കെയാണ് പള്ളി പാടുന്നു. നമ്പറിന് മേലെ വേറെ നമ്പർ ഇറക്കല്ലേ? നേരത്തെ കിടന്നെന്ന്? നേരത്തെയോ? മണി എത്രയായി? നിങ്ങളൊന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ, ഏത് കാറാണെന്ന് പറഞ്ഞുതരോ എനിക്കെങ്കിലും? കാറൊക്കെ എത്തും ഇവിടെ, സമയത്തിന് കാർ വരും. അല്ലെങ്കിൽ എല്ലാ കാര്യവും ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള ഒരു കാർ എടുക്കുന്ന കാര്യം വല്ലപ്പോഴും ഒരിക്കലാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല ബുദ്ധി തോന്നുന്നത്, ആണ്ടിനും ആവണിക്കൊക്കെ. എന്നിട്ട് അത് വന്നപ്പോഴത്തേക്കും നമ്മളോട് പറയൂല, സർപ്രൈസ് അല്ലേ? എല്ലാ കാര്യവും ഒന്നും പറയണ്ട, ഒന്നെങ്കിലും രഹസ്യമായിട്ടിരിക്കട്ടെ മണി പ്ലീസ്. നിങ്ങൾക്ക് ആവശ്യം എന്താണ്? കാറ്. നിന്നെക്കാൾ കൂടുതൽ ആവശ്യം പിള്ളേർക്കാണ് ആണല്ലോ. അപ്പം കാറ് വരും.
നിങ്ങൾക്ക് പറഞ്ഞറിഞ്ഞൂടെ എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടെന്ന്. ഭയങ്കര സർപ്രൈസ്. അപ്പം സർപ്രൈസ് ആയിട്ട് കാണുമ്പോഴല്ലോ ഒന്നുകൂടി സന്തോഷം. പറയൂലല്ലോ? പറയാം, കാണാൻ പോണ പൂരം പറഞ്ഞറിയില്ല. അതിന് ഡയലോഗ് വേണ്ട, ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ എത്ര സന്തോഷമായിരുന്നു അറിയോ? അവരൊക്കെ ഇങ്ങനെ വലിയ വലിയ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 25 ലക്ഷത്തിന് മറ്റേ വലിയ വലിയ കാറിൻ്റെ പേരൊക്കെയാണ് പറയുന്നത്. നമുക്കറിഞ്ഞൂടെ ചേട്ടന് എത്ര പറ്റുന്നു? മാക്സിമം ഒരു 8 or 10 ഒക്കെ കാറ് പറ്റും. പിള്ളേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്നാൽ അവരുടെ സന്തോഷം കാണുമ്പോണ്ടല്ലോ. എന്നാലും ചേട്ടാ, നിങ്ങൾക്ക് ലോൺ കിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ എങ്ങനെ ഇത്ര കാശൊക്കെ ഒപ്പിച്ച്? അതൊക്കെ കാശൊക്കെ ഒപ്പിച്ചു, അതൊക്കെ അറേഞ്ച് ചെയ്തു. ഞാൻ രാംകുമാർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കാറിൻ്റെ കാര്യം. സാറ് ഹാപ്പിയായി. സാർ എല്ലായിടത്തും പറയും ചെയ്തു, ബാങ്കിൽ ലഡു ഒക്കെ വാങ്ങിക്കണം, സ്വീറ്റ്സ് കൊടുക്കണം എല്ലാവർക്കും. എത്ര വർഷത്തെ ആഗ്രഹമാണെന്നറിയോ? എന്നാലും പറന്നേ, കാണുമ്പം കണ്ടാ മതി. പറ. എനിക്ക് ഇങ്ങോട്ടല്ലേ കാറ് വരുന്നത്, അപ്പൊ കണ്ടാ മതി. ഇത്ര ജാട എന്തിനതിന്? ജാടയൊന്നുമല്ല. പറയുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് കാറിന്റെ പേരൊന്നും പറയണ്ട, കളറെങ്കിലും പറഞ്ഞാ. എല്ലാം കാണുക, സർപ്രൈസ്. സത്യം പറ, നിങ്ങൾ ബാങ്കിൽ നല്ല തിരുമറി നടത്തിയാ? പോയി കളി തുടങ്ങും. തിരുമറി നടത്തിയത് ഇന്ന് വരെ ഈ രവീന്ദ്രനാഥ് 1 രൂപയുടെ കള്ളത്തരം കാണിച്ചിട്ടില്ല. തിരുമറി. രാവിലെ രാംകുമാർ സാറിനെ വിളിക്കണം. സാറ് പാവമാണ്. രാംകുമാർ സാർ ഇങ്ങനെ പെണ്ണും പുള്ളി ഉറക്കത്തിന് കണ്ണടച്ചോണ്ടിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. പെട്ടെന്ന് കുടിക്ക്. എന്ത് ഇതെന്നത്? ബൂസ്റ്റ്. ബൂസ്റ്റാ? ഇഷ്ടപ്പെട്ടാ? അതെന്ത് ഇന്ന് പ്രത്യേകത? അയ്യോ, ഒരു നല്ല തീരുമാനമൊക്കെ എടുത്ത് നല്ല ദിവസമല്ലേ ഇന്ന്. തീരുമാനം? നമുക്ക് കാറൊക്കെ വരില്ലേ? അയ്യോ, നീ ഇരുന്ന് ചായ കുടി. ഓ അച്ഛാ, ഭയങ്കര മസില്. അച്ഛാ, ഞങ്ങളെ കൊറേ പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്ത്? ആ മാറില്ലേ അവിടെ. അച്ഛാ, കാറ് വാങ്ങിക്കുമ്പോ ആദ്യം നമുക്ക് ഗുരുവായൂർ പോണം. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഗുരുവായൂർ നേരെ മംഗലാപുരം, അവിടെ മൂകാംബികൻ തൊഴുത് തിരിച്ചു വരുന്ന വഴിക്ക് കായംകുളത്ത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകണം, കൊച്ചച്ഛന്റെ വീട്ടിൽ പോകണം, എല്ലാ ബന്ധുക്കളെ വീട്ടിൽ പോകണം. കല്യാണം കഴിഞ്ഞ് 24 വർഷമായിട്ട് പോകാത്ത വീടുകൾ ഇതുവരെ. ഇനി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കാറ് കിട്ടിയിട്ട് വേണം കായംകുളത്ത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോവാൻ, കൊച്ചച്ഛന്റെ വീട്ടിൽ പോവാൻ, എന്റെ ബന്ധുക്കളൊക്കെ വീട്ടിൽ പോകണം. എല്ലാവരും ഓരോരോ ജില്ലയിലല്ലേ. എന്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു, ഞാൻ അവളുടെ കാര്യം പറഞ്ഞു. അവരുടെ വീട്ടിലും പോണം. ആഴ്ചയിലും പിന്നെ നമുക്ക് ടൂർ പോകണം കേട്ടാ, വീക്കെൻഡിന്. ശനി ഞായറും ഒക്കെ ഉള്ള ദിവസങ്ങളില് പൊന്മുടിയില്, പിന്നെ നെയ്യാർ ഡാമില്, എല്ലായിടത്തും പോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മണിക്കുട്ട മാമനെയും കൊണ്ടുപോകണം കേട്ടോ അവിടെ. ഞാനില്ല. അടിപൊളി. നിങ്ങൾ പോയോ? ഞാനില്ല. നിന്റെ മാമൻ വന്നാലേ ഈ പറഞ്ഞ മൂവാമ്പിയലും ഗുരുവായൂരും കുഞ്ഞമ്മയുടെ വീട്ടിലും കായംകുളത്തൊന്നും പോവില്ല. പോണ വഴിക്കുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരിക്കും. അങ്ങനെയൊന്നുമില്ല, യാത്രയിലൊക്കെ ചേട്ടൻ പക്ക ഡീസന്റാ. ഡീസന്റ്, പക്ക ഡീസന്റ്. ഓർമ്മയുണ്ട പണ്ട് കന്യാകുമാരി പോയത്? അവിടുത്തെ കടക്കാരെല്ലാം കൂടെ പിടിച്ചിട്ട് അടിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓ, അതാണ് ആ കാര്യം. അതെന്താണെന്ന് അറിയോ മക്കളെ? കടയിൽ ചെന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമല്ലോ, ആ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മക്കളെ അന്ന് ആ കടക്കാര് കൊല്ലാതെ വിട്ടത് ഭാഗ്യം. അല്ല, എനിക്കൊരു ഡൗട്ട്. ഈ മാമ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? മോളെ, നിന്റെ മാമന് കേരളമെന്നോ തമിഴ്നാടൊന്നുമില്ല. അങ്ങേരെ എവിടെ പോയാലും ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ പോയാലും അടി ഉണ്ടാക്കിയിരിക്കും. അതൊക്കെ അങ്ങനെ തന്നെ. ചേട്ടനെ പണ്ട് ഹൈദരാബാദിൽ പോയപ്പോഴേ മത്സര കുഞ്ഞമ്മയുടെ അവിടെ പോയപ്പോ സ്റ്റേഷനിലെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ട. എന്നിട്ട് അവസാനം അവിടുത്തെ പോലീസുകാരെല്ലാരും കൂടെ വന്ന് ചേട്ടനെ നല്ലോണം ആശ്വസിച്ച് വിട്ടത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടാ. അതാണ് മണിക്കുട്ടൻ മാമൻ. സത്യം പറഞ്ഞ മണിക്കുട്ടന് നല്ലൊരു അടിയുടെ കുറവുണ്ട്. കുഴപ്പമില്ല, താമസിയാതെ എവിടെന്നെങ്കിലും കിട്ടിക്കോളും. അപ്പൊ ശരിയാവും ഇതൊക്കെ. വേട്ടാ, അച്ഛാ അതൊക്കെ പോട്ട്. കാറ് വരെയല്ലേ, ഇതുവരെ ലൈസൻസ് കൊടുത്തില്ല. അച്ഛനെ വിട്ടില്ലല്ലോ പഠിക്കാനായിട്ട്. എനിക്ക് പഠിക്കണം. 18 വയസ്സ് കഴിയുമ്പോ എനിക്കും പഠിക്കണം. ഈ ഡ്രൈവിംഗ് പഠിത്തം എന്ന് പറഞ്ഞാലേ, ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ക്ലച്ചിലും ബ്രേക്കിലും ഒക്കെ കാലെത്തണം. നമുക്ക് എത്തുവോ?
പോട്ടടാ. അച്ഛനും തുടങ്ങി എന്നെ കളിയാക്കാൻ. അത് നിനക്ക് പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും കളിയാക്കാം, നിന്നെ ഒന്നും പറയാനും പാടില്ല. അതാണ് ഇവിടത്തെ നിയമം അങ്ങനെയൊക്കെ. നിയമം. എന്തായാലും ഞാൻ പോട്ട് 10 മണിക്ക് അവിടെ എത്താന്നാ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ്? കാർ എടുക്കാൻ. ഇന്ന് കാറ് വരും മോളെ. ഒരു 3-4 മണിയാകുമ്പോ ഇവിടെ എനിക്ക് താടി വരണം. പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ കറ് വന്നേ, എന്റെ വീട്ടിൽ കറ് വന്നേ, മണി എന്റെ ഇളയ മോൾക്ക് വട്ടായെന്ന് തോന്നുന്നു. വട്ടായേ എന്റെ വീട്ടിൽ കറ് വന്നേ, വട്ടായേ. ഓ അച്ഛത് എവിടെ പോയി കിടക്കുന്നത്? ഓ എന്റെ പിള്ളേരെ ഒന്ന് അനങ്ങി നടന്ന് വാങ്ങോട്ട്. കറുത്തു വാടി. എന്തിനാ വിളിച്ചത്? ഓ എത്ര നേരമായി നിന്നെയൊക്കെ വിളിച്ചിട്ട്. എത്ര നേരമായിട്ട് വിളിച്ചിട്ട്? എന്തിനു വിളിച്ചത്? ഇത്ര ധൃതി എന്തിന്? ഞാൻ വീട്ടിൽ ജോലി ചെയ്തോണ്ടിരിക്കായിരുന്നു. വലിയ ജോലിക്കാരി. ഓ ഞങ്ങളുടെ കാറ് വരാറായടി. അത് ഞാൻ എന്ത് ചെയ്യണം? തലൂത്തിയില്ല ഇവിടെ. ആ തലത്ത് നിക്കാം. ഓ എന്റെ ദൈവമേ, ഒരു കാറ് ഇപ്പൊ വരും. ഏത് കളറ്? ഓ അത് ചുമന്ന കളർ, റെഡ്. അയ്യോ എനിക്ക് റൂഫുണ്ടോ? റൂഫൊക്കെ ഉണ്ട്. റൂഫില്ലാത്ത കാറാ. എന്തോ നീ കൊച്ചു പറയണേ? വലിയ കാറ്, ഡീസലിന്റെ. 2-3 ഡോറും, ഒരുപാട് ഡോറും, ഒരുപാട് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഈ നമ്മൾ ഈ മോളിൽ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും തലയൊക്കെ ഇട്ട് നമുക്ക് നോക്കാം. മറ്റേ ഈ മോഹൻലാലൊക്കെ വരുന്നുണ്ട്. അതുപോലത്തെ വലിയ കാറ്. നമുക്ക് പുറത്തുനിന്ന് ഈ റിമോട്ട് ഇട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് തുറക്കും, താനേ തുറന്നു വരും. അയ്യോ വലിയ കാറാ. പിന്നെ എന്തൊരു വേണം? വീടൊക്കെ വിട്ട് കാറൊക്കെ തുടങ്ങാലോ. പിന്നല്ലോ AC ഒക്കെ ഉണ്ട്. അതെ AC-ലാത്ത വണ്ടി ഇനിയൊന്നും ഇല്ല. ഇപ്പോൾ ആര് വിളിച്ചേ? ഞാനല്ലേ? ആ ചേച്ചി ചേച്ചിയാണ് വിളിച്ചത്. അയ്യേ ഇതാണ് പൊക്കത്. ഇതെന്തോന്ന്? അയ്യോ തുറക്കാൻ പറ്റുന്നില്ല. മണി ഡോറ് സ്റ്റക്കായി കേട്ടാ. അത് കുഴപ്പമില്ല, നമുക്ക് ഡോർ മാറ്റിയാൽ മതി. ഞാൻ അതുവഴി വരാം. ഇതാണോ വണ്ടി? ഞാൻ പറഞ്ഞു. അതേ മോളെ, നമുക്കേ 4 പേർക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ സുഖമായിട്ട് പോവാം. കണ്ടില്ലേ വണ്ടി? ഇതേ അയാൾ 60,000 രൂപ പറഞ്ഞു. ഓ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ 40 പറഞ്ഞു. അവസാനം അയാൾ 50-ന് പിടിച്ചു. നടന്നില്ല. 45 ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ ഒരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആണെന്ന് പറഞ്ഞപ്പോ 43,500 കിട്ടി. ഈ പാട്ടയ്ക്ക് എന്ത് മക്കളെ 43,500 കളർ ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് പെയിന്റ് മാറ്റാടാ. മണി ഞാൻ ഇനി എന്റെ കൂട്ടുകാരികളോടൊക്കെ എന്ത് പറയും? ഇതിനേക്കാളും നല്ല എന്റെ സൈക്കിള് 2 വീലിന്റെ കുറവല്ലേ ഉള്ളൂ. നാളെ കെടുത്തി വെച്ചെന്നെ സമാധാനമില്ല. ചേച്ചി മിനിയൊക്കെ കണ്ടു എന്തോ? 1/2 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ ഈ പാട്ട കൊണ്ട് കരമനാറ്റി തള്ളിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ദാഹിച്ച പച്ചവെള്ളം കിട്ടില്ല. പിള്ളേരെ കയറി വാ. മണി മക്കളെ വേണ്ട, അച്ഛൻ കളഞ്ഞിട്ട് വന്നാ മതി. കേറി വാടാ. എത്ര പേര് ചോദിച്ചിട്ട് കൊടുക്കാത്ത വണ്ടിയാണ് ഞാൻ ബാർഗൻ ചെയ്ത് വാങ്ങിച്ചത്. അവളാണെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യണവളാണ്.